ഇന്ന് കാലത്ത് മൂകാംബിക ദർശനം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി കുടജാദ്രി ഗ്രാമത്തിലെ ശ്രീ മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനം ആയി കരുതപ്പെടുന്ന ആദിമൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്താനും അവിടെ നിന്ന് കുടജാദ്രി മലകൾക്ക് ഏറ്റവും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ശ്രീ ശങ്കരാചാര്യർ ഇരുന്നു ധ്യാനിച്ച ചിത്രമൂല ഗുഹയും സർവജ്ഞപീഠവും കാണാനുമുള്ള ഒരു യാത്രയിലാണ്. കുടജാദ്രിമല സന്ദർശിക്കാതെ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനം പൂർത്തിയാകില്ല. കുടജാദ്രി യാത്രയാണ് നമ്മെ സാധാരണയിൽ നിന്ന് അസാധാരണതയിലേക്ക് നയിക്കുന്ന യാത്ര. കൊല്ലൂരിൽ നിന്ന് കുടജാദ്രിയിലേക്ക് ഏകദേശം 38 കിലോമീറ്റർ ദൂരമുണ്ട്. കുടജാദ്രിയിൽ എത്തിച്ചേരാൻ ജീപ്പ് ആണ് പ്രധാന വാഹനം. ജീപ്പുകാർ ഒരാൾക്ക് മിനിമം 500-നടുത്തുള്ള രൂപയോളം ഇതിനായി വാങ്ങാറുണ്ട്. ഞങ്ങൾ കുട്ടികളടക്കം 14 പേരും കൂടി ഒരു ജീപ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് നീങ്ങുകയാണ്. ഒരാൾക്ക് 480 രൂപ ഡ്രൈവറുമായി പറഞ്ഞൊപ്പിച്ചു. ജീപ്പിൽ കൊള്ളാവുന്നതിലും അധികം ആൾക്കാർ ഉള്ളതുകൊണ്ട് ഒരുവിധം അഡ്ജസ്റ്റ്മെന്റ് ചെയ്താണ് ഞങ്ങളുടെ യാത്ര. കുടജാദ്രി മലനിരകളുടെ ബേസ് ക്യാമ്പായ അടിത്തട്ടിലെത്താൻ 1.5 മണിക്കൂർ വരെ സമയം എടുക്കും. കൊല്ലൂരിൽ നിന്ന് 10 കിലോമീറ്റർ സുഗമമായ യാത്രയാണ്. അതുകഴിഞ്ഞാൽ ഇനിയുള്ള യാത്ര നിങ്ങളെ ഒരു സാഹസിക ഓഫ് റോഡ് ഡ്രൈവിലേക്ക് ക്ഷണിക്കുന്നു. അത് നിങ്ങൾക്ക് ഒരു തത്സമയ സാഹസിക അനുഭവം നൽകും. റോഡിന്റെ ഇരുവശത്തുമായി ചെറിയ കുറ്റിക്കാടുകൾ. കുണ്ടും കുഴിയുമില്ലാത്ത മനോഹരമായ ടാറിട്ട റോഡിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന കുടജാദ്രി തന്നെയാണ് മനസ്സിൽ. മൂകാംബികയിൽ വരണമെങ്കിൽ ദേവി വിളിക്കണം എന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല. എൻ്റെ ജീവിതത്തിൽ എത്രയോ വർഷങ്ങൾ കടന്നുപോയി. ഒരുവിധം സ്ഥലങ്ങളിലെല്ലാം പോയെങ്കിലും ഇവിടെ എത്താൻ ഇന്നെങ്കിലും സാധിച്ചല്ലോ എന്ന സന്തോഷത്തിലാണ് ഞാൻ. ജനവാസം വളരെ കുറവാണ് ഈ സ്ഥലങ്ങളിൽ എന്ന് തോന്നുന്നു. അങ്ങിങ്ങായി ചില വീടുകളും കൃഷിയിടങ്ങളും കാണാം. മരങ്ങളുടെ തണലേറ്റ് വാങ്ങിയ കാറ്റ് മുഖത്തേക്കടിക്കുമ്പോൾ കത്തിവെയിലിൻ്റെ ചൂട് അറിയുന്നില്ല. അധികം വാഹനങ്ങൾ പോകാത്ത റോഡായതുകൊണ്ടായിരിക്കാം ജീപ്പ് അത്യാവശ്യം സ്പീഡിലാണ്. ഇപ്പോൾ നമ്മൾ നിട്ടൂർ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നു. കുടജാദ്രിയിലേക്കുള്ള യാത്രയിൽ ഒന്ന് റിഫ്രഷ് ചെയ്യാനുള്ള ഒരു സെന്റർ ആണ് ഇവിടം. ചെറിയ ലഘുഭക്ഷണങ്ങളും ശീതളപാനീയങ്ങളും ഇവിടെ നിന്ന് വാങ്ങിക്കാം. നിട്ടൂരിന് ശേഷം മറ്റൊരു സ്റ്റോപ്പായ സിഗണ്ടൂരിൽ നിന്ന് മരകുടുക്ക ബസ് സ്റ്റോപ്പ് വഴി ധാരാളം പേര് കാൽനടയായി കുടജാദ്രി മല കയറാറുണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുംവനത്തിലൂടെ മല കയറാം. അട്ടയുടെ ശല്യം ധാരാളമുള്ളതുകൊണ്ട് അധികമാരും ഈ കാനൻ വഴി തിരഞ്ഞെടുക്കാറില്ല. ഞങ്ങൾ നിട്ടൂരിൽ നിന്നും നേരെ ജീപ്പ് പോകുന്ന ഓഫ് റോഡ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ചെങ്കുത്തായ മലക്ക് മുകളിലേക്കുള്ള കഷ്ടം നിറഞ്ഞ ഓഫ് റോഡിനോട് അടുത്ത് നമ്മൾ എത്തിയിരിക്കുന്നു.
മലയിറങ്ങി വരുന്ന ജീപ്പുകൾക്ക് സൈഡ് കൊടുത്ത് ഞങ്ങളുടെ ജീപ്പ് ഒരു സൈഡാക്കി നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ കേട്ടറിഞ്ഞ റിസ്ക് പിടിച്ച ആ ഓഫ് റോഡ് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. മാസ്ക് ഇടാതെ ജീപ്പിനുള്ളിൽ ഇരിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് പൊടിപടലങ്ങൾ നാലുപാടും പറത്തിക്കൊണ്ടാണ് ജീപ്പിന്റെ യാത്ര. പൊടി നിറഞ്ഞ മൺറോഡിലൂടെ മലയുടെ മുകളിലേക്ക് ജീപ്പ് ഓടിച്ചു പോകുന്ന ഡ്രൈവർമാരുടെ കഴിവിനെ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. ഇന്ത്യൻ നിർമ്മിത മഹീന്ദ്ര പഴയ മോഡൽ ജീപ്പിന്റെ പവർ കണ്ടപ്പോൾ ദുബായിലെ മരുഭൂമിയിൽ പായുന്ന ലാൻഡ് ക്രൂയിസറിനോട് എനിക്ക് ചെറിയ തോതിൽ പുച്ഛം തോന്നായികയില്ല. പൊടിക്കാറ്റിൽ ചുവന്ന റോഡിലൂടെ ഞങ്ങൾ കയറുമ്പോഴും ഇരുവശത്തും പച്ചപ്പ് കാണാതിരിക്കാൻ കഴിയില്ല. ആദ്യം ശാക്തേയ പൂജയോടെ ദേവിയെ ആരാധിക്കുന്ന ഒരു ചെറിയ ക്ഷേത്രത്തിൽ എത്തും. വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ ഭഗവതിയെ ഉമാദേവിയായി ആരാധിക്കുന്ന ചെറിയ കാട്ടുക്ഷേത്രം കാണാം. അല്പം കൂടി മുന്നോട്ട് നടന്നാൽ ഗണപതി ഗുഹ കാണാം. ഗണപതി ഗുഹ കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് മണ്ഡപം. ഇതിനെ സർവജ്ഞപീഠം അഥവാ വിശ്വപീഠം എന്ന് പറയുന്നു. ഇവിടെ നിന്ന് കുത്തനെയുള്ള മലയിറങ്ങി ചിത്രമൂലയിലെത്താം. കാടുപിടിച്ച കുന്നിൻ മുകളിലെ പാറകൾ നിറഞ്ഞ ഒരു ഗുഹയാണിത്. ഇവിടെയാണ് ശ്രീ ആദിശങ്കരാചാര്യർ ദേവിയെ പ്രത്യക്ഷപ്പെടുത്താൻ തപസ് ചെയ്തത്. അറിവിനും ജ്ഞാനത്തിനും അപ്പുറമുള്ള ആനന്ദത്തിലേക്ക് ഈ സ്ഥലം നമ്മെ എത്തിക്കുന്നു. കർണാടകത്തിലെ സഹ്യപർവ്വതനിരകളിലെ 1343 മീറ്റർ ഉയരമുള്ള ഒരു കൊടുമുടിയാണ് കുടജാദ്രി. കൊല്ലൂരിലെ പ്രശസ്തമായ മൂകാംബിക ക്ഷേത്രം കുടജാദ്രിയുടെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർണാടക സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന 13ാമത്തെ കൊടുമുടിയാണിത്. മലയ്ക്ക് ചുറ്റുമുള്ള മഴക്കാടുകൾ എല്ലാ സമയവും മഞ്ഞുമൂടിക്കിടക്കുന്നു. മലകയറുന്ന സാഹസികർക്കായി ഒരു ഉത്തമ സ്ഥലമാണ് കുടജാദ്രി. കനത്ത മഴയെ തുടർന്ന് കാലവർഷത്തിൽ കൊടുമുടിയിൽ എത്തുന്നത് വെല്ലുവിളിയാണ്. 500 സെന്റിമീറ്റർ മുതൽ 750 സെന്റിമീറ്റർ വരെ മഴ പെയ്യുന്നു. ഒരു വർഷത്തിൽ 8 മാസവും ഇവിടെ മഴ ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ കുടജാദ്രി മലയുടെ ബേസ്മെന്റിൽ എത്തിയിരിക്കുന്നു. എൻ്റെ സർവ്വശക്തിയും സംഭരിച്ച് ഞാൻ എന്നെ തന്നെ വലിച്ചു പുറത്തേക്ക് വലിച്ചിട്ടു. ജീപ്പിൻ്റെ ഓഫ് റോഡിലൂടെയുള്ള ഭയാനകമായ കുലുക്കം ശരീരത്തെ ഒരുപാട് ക്ഷീണിപ്പിച്ചിരിക്കുന്നു. ധാരാളം ജീപ്പുകൾ അങ്ങിങ്ങായി പാർക്ക് ചെയ്തിരിക്കുന്നു. മല കയറിയിറങ്ങി വരുന്നവരെ തിരിച്ച് കൊല്ലൂർ വരെ കൊണ്ടുപോകാൻ കാത്തിരിക്കുകയാണ് ഈ വണ്ടികൾ. ഞങ്ങളെല്ലാവരും മൂലസ്ഥാനം ആയി കരുതപ്പെടുന്ന ക്ഷേത്രം ലക്ഷ്യമാക്കി നടക്കുകയാണ്.
ശിവമോഗ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥലത്ത് നിലകൊള്ളുന്ന മൂകാംബികാ ദേവിയുടെ ഉദ്ഭവം അല്ലെങ്കിൽ മൂലസ്ഥാനം എന്ന് വിശ്വസിക്കപ്പെടുന്ന 2 ക്ഷേത്രങ്ങളാണ് ഇത്. ഇവയെ ചിലർ ഒന്നായി സിദ്ധേശ്വര ഹുളിരായ മൂകാംബികാ ക്ഷേത്രമെന്നും മറ്റു ചിലർ ആദിമൂകാംബികാ ക്ഷേത്രമെന്നും വിളിക്കുന്നു. ആദ്യത്തെ ക്ഷേത്രം ദേവിയുടെ യോദ്ധാവിൻ്റെ രൂപത്തിന് സമർപ്പിക്കപ്പെട്ടതാണ്. രണ്ടാമത്തേത് ശാന്തസുന്ദരിയായ ഉമാമഹേശ്വരീദേവിയുടെ രൂപത്തിനും സമർപ്പിച്ചിരിക്കുന്നു. കൊല്ലൂരിലെ മഹത്തായ ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ചെറിയ ശ്രീകോവിലും വിഗ്രഹവുമുള്ള ഒരു എളിമയുള്ള ക്ഷേത്രമായിരുന്നു ഇത്. ഈ ക്ഷേത്രം എങ്ങനെ ഉണ്ടായി എന്നതിൻ്റെ ഐതിഹ്യം പുരോഹിതൻ ഞങ്ങളോട് പറഞ്ഞു തന്നു. വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയും ദേവതയായ സരസ്വതീദേവി ആദിശങ്കരാചാര്യരെ പിന്തുടരാൻ സമ്മതിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. കുടജാദ്രി മലയിൽ ദേവിക്ക് സമർപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും ശങ്കരാചാര്യർ തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവരെ തിരിഞ്ഞു നോക്കരുതെന്ന് ദേവി ഒരു വ്യവസ്ഥ വെച്ചു. അദ്ദേഹം ഈ കൃത്യമായ സ്ഥലത്ത് എത്തിയപ്പോൾ ദേവി ശങ്കരാചാര്യരെ ഒരു തന്ത്രം കളിപ്പിക്കാൻ തീരുമാനിക്കുകയും ദേവി തൻ്റെ കണങ്കാലുകളുടെ ശബ്ദം ഒരു നിമിഷം നിശബ്ദമാക്കുകയും ചെയ്തു. ദേവി തന്നെ ഉപേക്ഷിച്ചോ എന്ന് ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കി. അദ്ദേഹം തിരിഞ്ഞു നിന്നതിനാൽ ദേവി ഒരു ഇഞ്ച് കൂടി അനങ്ങാൻ തയ്യാറായില്ല. ഇവിടെ അവൾ വിശ്രമിക്കും. അങ്ങനെ ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ശ്രീകോവിൽ ഇവിടെ നിർമ്മിക്കപ്പെട്ടു. ആ ശ്രീകോവിലോടുകൂടിയ ക്ഷേത്രമാണ് ആദിമൂകാംബികാ ക്ഷേത്രം. ദേവിയെ വണങ്ങിയ ശേഷം മലമുകളിലെ സർവജ്ഞപീഠത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ആദിശങ്കരാചാര്യർ ജ്ഞാനോദയം പ്രാപിച്ചതായി വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണിത്. ഏപ്രിൽ തുടക്കത്തിൽ തന്നെ അസഹനീയമായ ചൂട് അനുഭവപ്പെട്ടു. ഞങ്ങളോരോരുത്തരും അടയാളപ്പെടുത്തിയ പാത പിന്തുടർന്നു മല കയറാൻ തുടങ്ങി. ഇവിടെ പാറയുടെ അരികിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നീല മൂടൽമഞ്ഞ് പച്ചപ്പ് നിറഞ്ഞ കൃഷിയിടങ്ങളുടെയും മരങ്ങളുടെയും മങ്ങിയ രൂപരേഖകൾ വെളിപ്പെടുത്തുന്ന ഒരു നിഴൽ സൃഷ്ടിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഇടതുവശത്ത് കാണുന്നത് ശ്രീ ഭദ്രകാളി ക്ഷേത്രമാണ്. തൊട്ടടുത്തായി ശ്രീ പർവ്വതേശ്വര ക്ഷേത്രവും കാണാം. നടന്നു ക്ഷീണിച്ചവർക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് വിശ്രമിക്കാം. വലതുവശത്തായി മനോഹരമായ ഒരു കുളം കാണാം. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വീട്ടിലാണ് പൂജാരിയും കുടുംബവും താമസിക്കുന്നത്. പാത 2ആയി പിരിയുന്ന ഒരു ഘട്ടം വരെ ഞങ്ങൾ കയറ്റം തുടർന്നു.
ഒരു പ്രായം ചെന്ന ആൾ ഞങ്ങളെ അടുത്തുള്ള ഗുഹയും ലാൻഡ് മാർക്ക് സൈറ്റുമായ ഗണപതി ഗുഹയിലേക്ക് നയിച്ചു. ഈ പ്രശാന്തമായ സ്ഥലം തികച്ചും കാഴ്ച തന്നെയായിരുന്നു. ഒരു പാറക്കെട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ചെമ്പരത്തി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ശാന്തമായ ഗണപതി വിഗ്രഹം. ഏതാനും മിനിറ്റുകൾ അവിടെ ചിലവഴിച്ച ശേഷം ഞങ്ങൾ ഞങ്ങളുടെ അവസാന ലക്ഷ്യസ്ഥാനമായ സർവജ്ഞപീഠത്തിലേക്കുള്ള യാത്ര തുടർന്നു. വീണ്ടും കയറ്റം കയറുകയാണ്. ഞങ്ങളുടെ കയ്യിലുള്ള വാട്ടർ ബോട്ടിലിലെ വെള്ളത്തിന്റെ ഭൂരിഭാഗവും ഇതിനകം തീർന്നിരുന്നു. ഒപ്പം വന്നവരിൽ ചിലർ യാത്ര ഉപേക്ഷിച്ചെങ്കിലും ഞങ്ങൾ ക്ഷീണമെല്ലാം മറന്ന് വീണ്ടും മല കയറി. ഇരുപത് മിനിറ്റ് കൂടി നടന്നപ്പോൾ ദൂരെ നിന്ന് ആ ചെറിയ ദേവാലയം ഞങ്ങൾ കണ്ടു. കരിങ്കല്ലുകൊണ്ട് തീർത്ത ഒരു ചെറിയ മണ്ഡപം. എന്തെന്നില്ലാത്ത ആശ്വാസം എൻ്റെ മനസ്സിലും ശരീരത്തിലും നിറഞ്ഞപ്പോൾ നീലപരുത്തി മേഘങ്ങളുടെ സൂര്യപ്രകാശമുള്ള ക്യാൻവാസിൽ ഈ ലളിതമായ കരിങ്കൽ ക്ഷേത്രം വളരെ വിചിത്രവും മനോഹരവുമാണെന്ന് ഞാൻ കണ്ടെത്തി. കല്ലുകൊണ്ട് നിർമ്മിച്ച വളരെ ചെറുതും ഒതുക്കമുള്ളതുമായ ഒരു ചെറിയ ക്ഷേത്രമാണ് ഇത്. അകത്തെ ശ്രീകോവിലിൽ ആദിശങ്കരാചാര്യരുടെ ഒരു ചെറിയ ബിംബം കാണാം. ആയാസകരമായ കയറ്റത്തിന് ശേഷം ക്ഷീണിതനായ ഞങ്ങളിൽ കുറച്ചുപേർ അവിടെയിരുന്നു. കുട്ടികൾ സമീപത്ത് പര്യവേക്ഷണം നടത്തുകയും എന്തെന്നില്ലാത്ത ഊർജ്ജത്തോടെയും പാറകളിൽ ഓടിക്കയറുകയും ചെയ്യുന്നു. അവിടെ കുറച്ചധിക സമയം ഇരുന്ന് പ്രകൃതിരമണീയമായ പശ്ചാത്തലത്തിൽ നോക്കി നിൽക്കാൻ ശരിക്കും ആഗ്രഹിച്ചു. എന്നാൽ വാച്ചിലെ സമയം അതിന് അനുവദിച്ചില്ല. ഞങ്ങളുടെ വന്ന ജീപ്പിലേക്ക് മടങ്ങാൻ ഞങ്ങൾക്ക് കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പകുതി ദൂരം ജീപ്പിലും പകുതി ദൂരം നടന്നും ഇവിടം വരെ എത്തിയ ഞങ്ങളോരോരുത്തരുടെയും ക്ഷീണിതാവസ്ഥ കണ്ടപ്പോൾ എത്രയോ കാലങ്ങൾക്ക് മുൻപേ കൊടുമനത്തിലൂടെ ഇത്രയും ദുഷ്കരമായ മലയുടെ മുകളിലെത്തി തപസ്സനുഷ്ഠിച്ച ശങ്കരാചാര്യരോട് എന്തെന്നില്ലാത്ത ഒരു മതിപ്പും ബഹുമാനവും തോന്നി. ശ്രീ മൂകാംബികാദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ശ്രീ ശങ്കരാചാര്യരെ വണങ്ങി അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇറക്കം തുടങ്ങി. കയറുന്നതിനേക്കാൾ എളുപ്പമാണെങ്കിലും ചിലയിടത്ത് വഴുവഴുപ്പുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഓരോരുത്തരും ഇവിടെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഏത് യാത്രകളിലും പതിവായി വീഡിയോഗ്രാഫറെ പോലെ ക്യാമറയുമായി ഞാൻ പുറകിൽ നടന്നു. ഞങ്ങൾ എവിടെയും നിന്നില്ലെങ്കിലും തിരിച്ച് ഞങ്ങളുടെ ജീപ്പിലെത്താൻ 25 മിനിറ്റിലേറെ സമയം എടുത്തു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത യാത്രയായിരിക്കും ഈ കുടജാദ്രി യാത്ര. കൊടൈക്കനാലിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള താഴ്വാരങ്ങളും കുന്നിന് ചെരിവുകളും ഇടതൂരുന്ന കാടും കുത്തനെയുള്ള മണിക്കൂറുകളോളം നീളുന്ന കയറ്റവും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമായിരിക്കും. റോളർ കോസ്റ്റർ ജീപ്പ് യാത്രയാണോ, കുന്നിൻ മുകളിലെ ദിവ്യമായ ശാന്തതയാണോ, അതോ ട്രെക്കിങ്ങിൻ്റെ പരീക്ഷണമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഈ യാത്ര വിചിത്രമായ ആവേശവും സന്തോഷവും തോന്നി. ഈ യാത്ര എപ്പോഴും എൻ്റെ എക്കാലത്തെയും സന്തോഷകരമായ ഓർമ്മകളുടെ ഭാഗമായിരിക്കും. ഈ യാത്രയിൽ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറ്റാനുള്ള ആരോഗ്യവും ഊർജവും ഞങ്ങൾക്ക് ലഭിച്ചതിൽ ശ്രീ മൂകാംബികാദേവിയോട് നന്ദി പറയുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടജാദ്രി സന്ദർശനം സന്തോഷകരമായി അവസാനിച്ചു.
ഉച്ചഭക്ഷണത്തിന് സമയമായപ്പോഴേക്കും ഞങ്ങൾ കൊല്ലൂരിൽ തിരിച്ചെത്തി. വിഭവസമൃദ്ധമായ ഉച്ചയൂണിന് ശേഷം ഒരു ചെറിയ മയക്കം കഴിഞ്ഞ് ഞങ്ങളുടെ യാത്രയുടെ അടുത്ത ഘട്ടത്തിന് തയ്യാറായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.